ശ്രീധരൻപിള്ളയെ സത്യത്തിൽ കേരളം മനസ്സിലാക്കി കഴിഞ്ഞതാണ്. ഈ ഹാസ് ബീൻ എക്സ്പോസ്ഡ് എന്ന് പറയുമല്ലോ, അദ്ദേഹം തുറന്നു കാട്ടപ്പെട്ടിരിക്കുന്നു. ഇനിയിപ്പോൾ അദ്ദേഹം ഇത്രയും കാലം ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിയെ ഉപയോഗിച്ചിട്ട് എന്തൊക്കെ നേടി, അദ്ദേഹം ബി ജെ പിക്ക് തിരിച്ച് എന്തു കൊടുത്തു, അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിനല്ലാതെ വ്യക്തിപരമായിട്ടല്ലാതെ സംഘടനയ്ക്ക് എന്ത് ഗുണമുണ്ടായി തുടങ്ങിയ ഒരു ഓഡിറ്റ് നടക്കേണ്ട ഒരു സമയമാണ്. ഈ സമയത്താണ് ഇദ്ദേഹം ഇത്രയും കാലം അനുഭവിച്ച സൗകര്യങ്ങൾക്കൊക്കെ പുറത്ത് താനാണ് പാർട്ടിയേക്കാൾ കേമൻ എന്ന മട്ടിൽ പാർട്ടിയെ പഠിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുന്നു. അതാണ് ഇപ്പോൾ ആളുകളൊക്കെ പൊട്ടിത്തെറിക്കാൻ കാര്യം. വലിയ തോതിലുള്ള പ്രതിഷേധമാണ് ബി ജെ പിക്ക് അകത്ത്. ബി ജെ പി അനുഭാവികൾ, ബി ജെ പി എന്ന പാർട്ടിയെ നെഞ്ചേറ്റിയവർ, അത് ആ ആശയത്തിന് വേണ്ടി മരിക്കാൻ തയ്യാറുള്ള മനുഷ്യർ, അവരുടെയൊക്കെ മുഖത്ത് ചവിട്ടുന്നത് പോലെയാണ് ഇദ്ദേഹത്തിൻ്റെ നിലപാട്. ഇപ്പോൾ ഇദ്ദേഹം മിസോറാമിലും ഗോവയിലും ഗവർണറായിരുന്നു. അത് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് അദ്ദേഹം ഇപ്പോൾ വിശ്രമജീവിതം എന്നൊക്കെ അദ്ദേഹത്തിന് ഈ ഒരു ഭംഗിവാക്ക് മാത്രമാണ്. അദ്ദേഹം വിശ്രമമൊന്നും ആഗ്രഹിക്കുന്നില്ല, നമുക്ക് അറിയാം. അദ്ദേഹത്തിന് അധികാര സ്ഥാനങ്ങൾ എന്നും ഈ കെ വി തോമസിന്റെ ബി ജെ പി പതിപ്പാവാനാണ് സാധ്യത. അപ്പോൾ അധികാര സ്ഥാനങ്ങൾ എന്നും വേണം. ഇപ്പം അദ്ദേഹം പറയുന്നത് ഞാൻ ഈ അധികാര പദവികളിലേക്ക് ഇല്ല എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പം തന്നെ മാതൃഭൂമിക്ക് ഇന്നലെ കൊടുത്ത ഇൻ്റർവ്യൂവിൽ പത്രക്കാരൻ, പ്രവർത്തകൻ ചോദിക്കുന്നുണ്ട്, അല്ല സാറേ, ഈ ഉപരാഷ്ട്രപതി പദം ഒഴിവാണല്ലോ, ആ സ്ഥാനത്തേക്ക് എങ്ങാനും അങ്ങേ പാർട്ടി പരിഗണിച്ചാലോ? അയ്യോ, എൻ്റെ പാർട്ടി അങ്ങനെ പരിഗണിച്ചാൽ പിന്നെ എനിക്ക് നിവൃത്തിയില്ല. ആലോചിച്ച് നോക്കൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.